കോഴിക്കോടിൻ്റെ സ്വന്തം മിഠായിത്തെരുവ്. വീക്കെൻഡ് ആയതുകൊണ്ടാണോയെന്നറിയില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. സൂചി താഴെയിട്ട വീഴില്ലെന്ന് പറയാറില്ലേ, അതുപോലെ. പക്ഷേ ഇതിനിടയ്ക്കും ഞങ്ങൾക്ക് ആവശ്യമുള്ള ഷോപ്പ് ഞങ്ങൾ കണ്ടുപിടിച്ചു കേട്ടോ. എൻ്റെ സിസ്റ്ററിന് ഫുഡ് വെയേഴ്സ് ഒരു ക്രേസാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ഷോപ്പിലെത്തി. ഷോപ്പിൻ്റെ പേര് ഫുഡ് ലാൻഡ്. ചുമ്മാ പറയണതല്ല, ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസാണ്. ലേഡീസിൻ്റെ വലിയൊരു കളക്ഷൻസ് തന്നെയുണ്ട് ഇവിടെ. സ്ലിപ്പേഴ്സ്, കാഷ്വൽ വെയേഴ്സ്, പാർട്ടി വെയേഴ്സ്, അങ്ങനെ എല്ലാം തന്നെയുണ്ട്. പിന്നെ എനിക്ക് കൂടുതലും കൗതുകമായിട്ട് തോന്നിയത് കുറേ പ്ലസ് സൈസുകൾ അവൈലബിൾ ആണ് കേട്ടോ. അതാണ് ഇപ്പോൾ നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പ്ലസ് സൈസിലുള്ള ചെരുപ്പുകളാണ്. 43, 44 സൈസുകളാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു കളക്ഷൻസാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. പാർട്ടി വെയർ ഐറ്റംസ് ആണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് 2 ഫ്ലോറിലായിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ലേഡീസിൻ്റെയും അതുപോലെ കിഡ്സിൻ്റെയും ഒരു സെഷനുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ജെൻസിൻ്റെ സെഷനും അങ്ങനെയായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല തിരക്കുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഷോപ്പിലും പ്രോപ്പറായിട്ടുള്ളൊരു കസ്റ്റമർ സർവീസ് ഒന്നും കിട്ടണമെന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ നല്ല പ്രോപ്പറായിട്ട് എല്ലാവരും ട്രീറ്റ് ചെയ്യുന്ന പോലത്തെ കുറച്ച് സ്റ്റാഫിനെയാണ് കാണാൻ പറ്റിയത്. തിരക്കുണ്ടായിരുന്നു, എന്നിരുന്നാൽ പോലും എല്ലാവരുടെ അടുത്തേക്കും അവരുടെ ശ്രദ്ധ വരുന്നുണ്ടായിരുന്നു കേട്ടോ. മാത്രമല്ല, നമുക്ക് ഓഫേഴ്സിലാണ് ഇവർ എല്ലാ സാധനങ്ങളും കൊടുക്കുന്നതെങ്കിലും അതിന് പുറമെ ഒരു ഡിസ്കൗണ്ട് റേറ്റും കൂടെ തരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ കിഡ്സ് സെഷൻ. അപ്പോൾ ഇനി നമുക്ക് മുകളിലേക്ക് പോയാലോ? ഇതിനെല്ലാം പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനും അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റംസാണിത്. ലേഡീസിന് 100 രൂപ മുതലും അതുപോലെ ജെൻസിനാണെങ്കിൽ 250 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓഫർ പ്രൈസിന് പുറമേ ഉള്ള ചെറിയൊരു ഡിസ്കൗണ്ട് പ്രൈസും കൂടെ നമുക്ക് തരുന്നുണ്ട്. ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്ത് എനിക്ക് പോലും നല്ല ഓഫറിലാണ് സാധനങ്ങൾ വാങ്ങാൻ പറ്റിയത്. അപ്പോൾ മിഠായിത്തെരുവ് വിസിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഫുഡ് ലാൻഡ് ഒരു നല്ല ബെസ്റ്റ് ചോയ്സ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കേട്ടോ.